ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചട്നി സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു. എല്ലാവരോടും സോറി പറയുന്നു. ഞാൻ ഇനി എൻ്റെ ബാക്കി എപ്പിസോഡ് പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ കഥയിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് ഇവരെല്ലാവരും കൂടി സച്ചിനും കാർത്തിക്കും അളിയനും ബിട്ടും എല്ലാവരും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സച്ചിൻ ബോധം കെട്ട് വീഴുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടിയിട്ട് കാറിൽ യാത്ര ചെയ്യുവാണ്. കാർത്തിക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. സച്ചിൻ ഇപ്പോഴും ഉറങ്ങുവാണ്. എന്നിട്ട് അവിടെ പകുതി എത്തുമ്പോഴത്തേനും സച്ചിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത സ്ഥലം. ഇവരുടെ കൂടെ എല്ലാം കാറിൽ പോകുന്നു. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ലാസ്റ്റ് അവൻ്റെ നാട്ടിൽ അവൻ മദ്യപിച്ചിരുന്ന് അവസാനം ബോധം പോയിട്ടല്ലേ വീണത്. അപ്പോൾ കണ്ണൂർ നോക്കുമ്പോൾ വേറെ ലോകം, വേറെ സ്ഥലം, കാറിൽ പോകുന്നു. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അത് ഇവരോട് അപ്പോൾ ചോദിക്കുവാണ്, ഞാൻ ഇതെവിടെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോഴേ അവർ പറയുന്നത് ഇയാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. അല്ലാണ്ട് മര്യാദയ്ക്ക് വിളിച്ചാൽ വരത്തില്ല. കുറേ അവർ വിളിച്ചു നോക്കിയല്ലോ, അപ്പം വരത്തേ ഇല്ലല്ലോ. എത്ര കാലം വിളിച്ചിട്ടും കാർത്തിക് എന്തോരം പറഞ്ഞിട്ടും വന്നില്ലല്ലോ. അവസാനം ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണ്. ഇന്നലെ മദ്യപിച്ചിരുന്നപ്പോഴത്തേനും അതിൽ ഇവർ ബോധം കെടാനുള്ള പൊടി കത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സച്ചിൻ ബോധം കെട്ട് പോയതും ഇവർ ആ തക്കം നോക്കി എടുത്തുകൊണ്ട് പോകുന്നത്. ആളെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അവസാനം സച്ചിൻ അപ്പോഴത്തേനും മനസ്സിലായപ്പോഴത്തേനും വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. നിർത്തിയിട്ട് അവർ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട്. എന്നെ എന്തിനാണ് തട്ടിക്കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ മൂന്നുപേരും പിന്നെയും കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ, ഒന്ന് അച്ഛനെ വന്ന് കണ്ടിട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവൻ പറയും എൻ്റെ കയ്യിൽ കാശുണ്ട്, ഇത്ര രൂപയുണ്ടെന്ന് പറഞ്ഞ് പേഴ്സ്, അപ്പം പേഴ്സില്ല. പേഴ്സ് ഇവർ മാറ്റി വെച്ചു. കാരണം ഒരു രീതിയിൽ ഇവിടെ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. അവസാനം ഇവർ കുറേ പറഞ്ഞ് സച്ചിൻ അച്ഛനെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സച്ചിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഫുള്ള് സച്ചിൻ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ കണ്ട ഞാൻ എൻ്റെ പഴയ കണക്കുകളെല്ലാം ചോദിക്കും. ഒരുപാട് പുച്ഛഭാവത്തോടെയാണ് ആളെങ്കിൽ വരുന്നത് വീട്ടിലോട്ടൊക്കെ. അങ്ങനെ സച്ചിനെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഹോളിൽ അമ്മയും അമ്മയും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അവരെന്തം വിട്ട് നോക്കുവാണ്, ഇതാരാണ്, ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നേരെ അയാളെ വിളിച്ചുകൊണ്ട് ഇവർ പരിചയപ്പെടുത്തുന്നില്ല. നേരെ അയാളെ വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ പോവുകയാണ്. എന്നിട്ട് കാർത്തിക് വന്ന് ഞാൻ ജസ്റ്റ് അച്ഛനെ പോയി കണ്ട് സംസാരിച്ചിട്ട് വരെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ റൂമിൻ്റെ വെളിയിൽ നിർത്തിയിട്ട് കാർത്തിക് അകത്തേക്ക് പോവാണ്. അപ്പോൾ ആ സമയം ഇളങ്കോയോട് അമ്മത് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇളങ്കോ പറയും, ഇത് നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണെന്ന് പറയും. ആ ഫ്രണ്ട് മരിച്ചുപോയി, അങ്ങനെ മകൻ കാണാൻ വന്നതെന്ന് ചോദിക്കും. അയാൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് നിൻ്റെ അച്ഛൻ അയാളുടെ അച്ഛൻ എന്തോ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ അച്ഛൻ മരിച്ചുപോയല്ലോ, അപ്പോൾ അയാളെ കൊണ്ട് വന്നതാ, എനിക്ക് വിശക്കുന്നു, നീ എന്തെങ്കിലും ഫുഡ് താന്ന് പറഞ്ഞ് വിഷയം മാറ്റും. ആ സമയം റൂമിൻ്റെ വെളിയിൽ നിൽക്കുന്ന സച്ചിനെ കണ്ടിട്ട് സോഫി വിചാരിക്കും അവിടെ പൈപ്പ് ശരിയാക്കാൻ വന്ന ആളാണെന്ന്. അപ്പോൾ സോഫി ദേഷ്യപ്പെട്ടിട്ട്, ഇപ്പോഴാണോ വരുന്നത്, നീ എത്ര ദിവസമായിട്ട് വിളിക്കുകയാണ്, ഇവിടെ പൈപ്പ് ലീക്കായിട്ട് എത്ര ദിവസമായി എന്നൊക്കെ ദേഷ്യപ്പെടും. അപ്പോൾ സച്ചിൻ ചോദിക്കും, നീ ആരാന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്, പ്ലംബറല്ലേ? അപ്പോൾ അവൻ പറയും, അല്ല, ഞാൻ ഇൻകം ടാക്സ് ഓഫീസറാണ്. അപ്പോൾ സോഫി ഒന്നും മിണ്ടാണ്ട് കണ്ടിട്ട് ഇൻകം ഇല്ലാത്ത ആളെ പോലെ തോന്നുന്നു, കോമഡി അടിച്ചിട്ട് അങ്ങ് പതുക്കെ പോവും. ആ സമയം കാർത്തിക് പുറത്തേക്ക് വന്നിട്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകും, അച്ഛനെ കാണാനായിട്ട് പോവും. സച്ചിനെ കാണുമ്പോഴത്തേനും രത്നസ്വാമിയുടെ കണ്ണൊക്കെ നിറയുവാണ്. എന്നിട്ട് അടുത്ത് പിടിച്ച് ഇരുത്തുന്നുണ്ട്. തലയിലൊക്കെ തലോടുന്നുണ്ട്, ദേഹത്തൊക്കെ തലോടുന്നുണ്ട്. പക്ഷേ സച്ചിൻ ബാബുവിനൊന്നും ഇഷ്ടമാവുന്നില്ല, നീങ്ങി പോവാണ്. അപ്പോൾ ആ സമയം രത്നസ്വാമി സച്ചിൻ ബാബുവിനോട് പേര് ചോദിക്കും. എന്താ പേരെന്ന് ചോദിക്കും. സച്ചിൻ പറയും സച്ചിൻ ബാബു എന്ന് പറയും. ബാബു എന്ന് കേൾക്കുമ്പോൾ രത്നസ്വാമിക്ക് പിന്നെയും സങ്കടമാവുകയാണ്. അത് വൈഫ് അങ്ങനെയാണ് വിളിച്ചിരുന്നത്, ബാബു എന്നാണ് വിളിച്ചിരുന്നത്. ആ പേര് തന്നെ മകൻ്റെ പേരിൽ വിട്ടതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് പിന്നെയും കരയുവാണ്. എന്നിട്ട് കാർത്തികിൻ്റെ കയ്യിലോട്ട് സച്ചിൻ്റെ കൈയും കൂടി ചേർത്ത് പിടിപ്പിച്ച് വെച്ചിട്ട് പറയും, നിങ്ങൾ എല്ലാ കാര്യവും നോക്കിക്കോണം, അവൻ്റെ കാര്യം എല്ലാം പരസ്പരം നോക്കിക്കോണം എന്നുള്ള രീതിയിൽ കൈ പിടിച്ച് കൊടുത്തിട്ട് ആ സമയം കാർത്തികിനോട് സോറി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയം തന്നെ രത്നസ്വാമി മരിക്കുകയാണ്. രത്നസ്വാമി അവസാന നിമിഷം സച്ചിൻ്റെ കയ്യിലോട്ട് കോർത്ത് പിടിപ്പിച്ച് പരസ്പരം നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണല്ലോ മരിച്ചത്. അപ്പോൾ കാർത്തികിന് അത് നിറവേറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാ ചടങ്ങുകളിലും സച്ചിനെയും കൂടെ കൂട്ടുന്നുണ്ട്. വായിക്കിടുന്നതിലാണെങ്കിലും ശരീരം കൊണ്ടുപോകുന്നതിലാണെങ്കിലും ശരീരം കത്തിക്കുന്നതിലാണെങ്കിലും സച്ചിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സച്ചിന് ഒട്ടും താല്പര്യമില്ല, കാർത്തിക് നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ചടങ്ങുകളും ചെയ്യുമ്പോഴും അമ്മയും ഞെട്ടി നോക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ചോദിക്കുന്നില്ല, അവർ സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. എന്നാലും നോക്കുന്നുണ്ട്, ഈ സച്ചിനെ കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നുള്ള രീതിയിൽ ഒട്ടും ഇഷ്ടമല്ലാണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ രത്നസ്വാമിയുടെ ശരീരം കത്തിച്ച ഉടനെ തന്നെ സച്ചിൻ പറയുവാണ്, ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ, ഞാൻ നാട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ കാർത്തിക് ചോദിക്കും, എവിടെ പോവാണ്, അച്ഛൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് കാർത്തിക് പറയും, നിങ്ങൾക്ക് അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് സ്നേഹം കണ്ടിട്ട് ഒന്നും ഒരു ഫീലിങ്സും വന്നില്ലേ, എനിക്കത് ഡ്രാമയായിട്ടാണ് തോന്നിയെന്ന് പറയും. അത്രയും സ്നേഹത്തോടെ പെരുമാറ്റം നിനക്ക് ഡ്രാമയായിട്ടാണോ തോന്നിയതെന്ന് കാർത്തിക് കുറേ പറയുന്നുണ്ട്. എന്നിട്ടും സച്ചിൻ പഴയതുപോലെ തന്നെ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിതിലൊന്നും താല്പര്യമില്ല, ആ രീതിയിൽ. അവസാനം വീണ്ടും കാർത്തിക് കുറേ പറഞ്ഞ് വീണ്ടും സച്ചിൻ സമ്മതിക്കുന്നുണ്ട്. ശരി
ശരി ഞാൻ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോകാം, പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകളാരും തന്നെ എന്നെ കാണാനായിട്ട് വരാൻ പാടില്ല. പിന്നെ എനിക്ക് വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു റൂം തന്നാൽ മതി. ഞാൻ പുറത്തുകൂടി ഫ്രണ്ടിൽ കൂടി ഒന്നും വരത്തില്ല. എനിക്ക് പുറത്ത് എവിടെയെങ്കിലും റൂം തന്നാൽ മതി. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, രാത്രി എനിക്ക് ഇച്ചിരി വെള്ളം അടിക്കണം. അപ്പോൾ കാർത്തിക് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊന്നും പറ്റത്തില്ല. അപ്പം പീറ്റർ പറയും അത് ഞാൻ സെറ്റാക്കി തരാം, അത് പ്രശ്നമല്ല, അത് ഞാൻ ഓക്കെ ആക്കി തരാമെന്നും പറഞ്ഞ് എല്ലാം സെറ്റാക്കും. പിന്നെ പറയും, സച്ചിൻ പറയും എനിക്ക് ഈ ഒരു ഉടുപ്പ് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഡ്രസ്സ് വാങ്ങിത്തരണം. അപ്പോൾ കാർത്തിക് പീറ്ററോട് പറയും കൊണ്ടുപോയി നല്ല ഡീസൻ്റായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പറയും. പീറ്റർ കോമഡി ഇട്ട് പറയും കസവും മുണ്ടും ഷർട്ടും വാങ്ങിത്തട്ടേന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇളങ്കോ കാർത്തികിനെ രഹസ്യമായിട്ട് റൂമിനകത്ത് വിളിച്ചിട്ട് ചോദിക്കും, നീ എന്തിനാണ് പിന്നെ ആ സച്ചിനെ പിടിച്ചു നിർത്തുന്നത്? അയാൾ പോകാമെന്ന് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് അയാളെ പിടിച്ചു നിർത്തുന്നത് ചോദിക്കും. അപ്പോൾ കാർത്തിക് പറയും ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്, ഞാനത് എന്ത് വന്നാലും ഞാൻ നിറവേറ്റും. യഥാർത്ഥത്തിൽ കാർത്തികിനെ വളരെ ആത്മാർത്ഥതയുള്ളതാണ്. സാധാരണയൊക്കെ അച്ഛൻ്റെ പഴയ ബന്ധത്തിലുള്ള മോനെന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരാനുള്ളതാണ്. പക്ഷേ നല്ലൊരു മനുഷ്യനാണ് കാർത്തിക്. അദ്ദേഹത്തിന് അയാളെ സച്ചിനെ ഇവിടെ നിർത്തണം, കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അച്ഛന് വാക്ക് കൊടുത്തില്ല എന്നുള്ളൊരു അത് നിറവേറ്റണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. സച്ചിൻ്റെ മെയിൻ ഡിമാൻഡ് ഉണ്ടല്ലോ രാത്രി വെള്ളമടിക്കണമെന്നുള്ള പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീറ്ററായിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പീറ്ററിൻ്റെ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സോഫിയുടെയും വീട്, അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഫിയുടെ അച്ഛൻ ആ വഴിക്ക് വരുന്നുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു സച്ചിൻ. അയാൾ എങ്ങനെയും ആരുടെയും കാശ് കടം വാങ്ങുക, വെള്ളം അടിക്കുക, അങ്ങനെയാണ് അയാളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആരെ കണ്ടാലും കടം ചോദിക്കുക, ആ ഒരു രീതിയെ മാത്രമേ അയാൾക്കുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയോ സച്ചിൻ്റെ അടുത്തും കുറേ സോപ്പിട്ടൊക്കെ നോക്കി സച്ചിൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പീറ്റർ അയാളുടെ സച്ചിനായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പീറ്ററും സച്ചിനും കൂടിയിട്ട് വെള്ളം അടിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് വേറെ ഒരു സ്ഥലമല്ല, കുറേ മറ്റേ ഇതില്ലേ സെമിത്തേരി വലിയല്ലേ, അങ്ങനെ കുറേ ആളുകളെ അടക്കിയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇവർ പോയിട്ട് വെള്ളം അടിക്കുന്നത്. പീറ്ററിൻ്റെ സ്ഥിരം വെള്ളമടി സ്ഥലമാണ്. അവിടേക്ക് സച്ചിനെയും കൂടി കൂട്ടിന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ പോയി നിന്നിട്ടാണ് വെള്ളം അടിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിനൊരു കോൾ വരുന്നത്. വേറെ ആരുമല്ല, മറ്റേ MLA ഫ്രണ്ടില്ലേ ആ പുള്ളിക്കാരനെ. പെട്ടെന്നൊരു ദിവസമല്ലേ അപ്രത്യക്ഷമായത് സച്ചിൻ. അപ്പോൾ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ ഊട്ടി വരെ വന്നതാണ്, എൻ്റെ ഒരു ബന്ധു മരിച്ചുപോയി, അങ്ങനെ വന്നതെന്ന് പറയാം. അപ്പോൾ നിനക്ക് ഊട്ടിയിൽ ബന്ധുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ പറയും ഞാൻ തന്നെ ഇപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, അപ്പോൾ നീ അവിടെ നിന്ന് മാനേജ് ചെയ്തിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പീറ്റർ സച്ചിനോട് പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിന്നെ തട്ടിക്കൊണ്ട് വരേണ്ടി വന്നത്. സത്യത്തിൽ കാർത്തിക് ഒരു പാവമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് എനിക്കതറിയാം, അവനൊരു പാവമായതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ. എന്നെപ്പോലെ ഒരാളെ തട്ടിക്കൊണ്ട് വരാൻ തന്നെ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്ന്, അത് തന്നെ വലിയ കാര്യമാണ്. എനിക്ക് മനസ്സിലായി കാർത്തിക് പാവമാണെന്ന്, ഞാൻ അവന് വേണ്ടിയിട്ടാണ് എല്ലാം സമ്മതിച്ച് ഇവിടെ നിൽക്കുന്നതെന്ന് സച്ചിനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുന്നത് സോഫി സച്ചിനെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. സച്ചിൻ പറയുന്നുണ്ട് ആ ഫുഡ് എടുത്ത് പുറത്ത് കൊണ്ട് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പുറത്തൊരു ടേബിളുണ്ട്, അവിടെ കൊണ്ട് വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സോഫി അവിടെ കൊണ്ടുപോയിട്ട് സച്ചിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചിൻ കഴിച്ചിട്ട് സോഫി കൊടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട്. സച്ചിൻ കഴിച്ചിട്ട് ഇതെന്താ ഉപ്പൊന്നുമില്ല, ഇവരൊക്കെ എങ്ങനെയാണോ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചിന് സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണല്ലോ, അത് ഇവർക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ സച്ചിൻ അത് കഴിച്ചിട്ട് ഒട്ടും ഇഷ്ടമാവാണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. സോഫിയിൽ ഉണ്ടാക്കി കൊടുത്തേ, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഫി വീണ്ടും വന്നിട്ട് കുറച്ചുകൂടി ചട്നി അരട്ടേയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ചട്നി തന്നില്ലേ, ആ ചട്നി ഇനിയും വേണോ എന്ന് ചോദിച്ചാൽ, ആ ഇരിക്കുന്ന ചട്നിയാ ഇനിയും വേണോ എന്ന് ചോദിക്കുന്നത്, ഇത് ചട്നിയാ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ കളിയാക്കുന്നുണ്ട്. അങ്ങനെ സച്ചിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂൻ്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ ബക്കറ്റിൽ യൂറിൻ പാസ് ചെയ്യുന്നത്, കറക്റ്റ് ബക്കറ്റ് അവിടെ കൊണ്ട് സച്ചിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചിട്ട് അതിൽ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ആ സമയം സോഫി വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, അകത്ത് പോയി ബാത്റൂമിൽ പോയി ഒഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് പോട്ടെ കുട്ടിയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഓർമ്മയില്ല, അതേപോലത്തെ ഒരു സ്വഭാവമാണ് സച്ചിൻ്റെയും. സച്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്, ആ കുട്ടിയല്ലേ അവനെ വിട്ടേക്കൂ എന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചിൻ അപ്പുവിനെ അടുത്ത് വിളിച്ചിട്ട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. മോൻ എന്താണ് ടോയ്ലറ്റിൽ പോകാണ്ട് ഇങ്ങനെ ബക്കറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അപ്പു പറയുന്നുണ്ട് എന്നെ ടോയ്ലറ്റിൽ പോയാൽ അനാക്കൊണ്ട പിടിക്കുമെന്ന് പറഞ്ഞു. അത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. ആ ഒരു പേടിയാണ് അപ്പു ഇങ്ങനെ ബക്കറ്റിൽ ചെയ്യുന്നത്. എന്നിട്ട് സച്ചിൻ വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സോഫി വന്നിട്ട് നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം അമുദയും കാർത്തിക്കും ഇളങ്കോയും കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അമുദ കാർത്തികിനോട് പറയുന്നുണ്ട് എടാ അമ്മയ്ക്ക് ഇനിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നിൻ്റെ വിവാഹമാണ്. പക്ഷേ കാർത്തികിന് ഇപ്പോൾ താല്പര്യമില്ല, കാരണം കാർത്തിക് ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിലായിരുന്നു. എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ആദ്യം ബ്രേക്കപ്പായി നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ കാർത്തികിന് ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ചിട്ട് താല്പര്യമില്ല. എന്നിട്ട് അമുദ പറയുന്നുണ്ട് എടാ നിൻ്റെ ഈ അളിയന് തന്നെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു പണ്ട്, ആ പെൺകുട്ടി പോയപ്പോഴത്തേനും എന്നെ കല്യാണം കഴിച്ചില്ലേ, അത് ആലോചിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇളങ്കോ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അതിന് പോകാൻ പാടില്ല, അപ്പോൾ ആണുങ്ങൾ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. കാരണം സച്ചിനെ കൊണ്ട് ചെയ്യിക്കണമല്ലോ, അതല്ലെങ്കിൽ അത് അമുദയെ കൊണ്ടുപോയാൽ അമുദ കാണും. അപ്പോൾ അതുകൊണ്ട് അമ്മയും അമുദയും വീട്ടിലിരുത്താനുള്ള പരിപാടി ഉണ്ട്, സ്ത്രീകൾ വരണം
വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ അമൃത പറയും എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അമൃത എണീറ്റ് പോകുന്നുണ്ട്. ആ സമയം കാർത്തിക് ഇളങ്കോയോട് ചോദിക്കുന്നുണ്ട്, അളിയ എന്നോടൊരു ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഒരു പ്രേമം ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ഇളങ്കോ പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയോടേ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ചിതാഭസ്മം ഒഴുക്കാനായിട്ടുള്ള ചടങ്ങുകൾക്കായിട്ട് അവർ പോകുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചിൻ കാർത്തിക് ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സച്ചിൻ പീറ്ററിൻ്റെ കൂടെ മാറി നിൽക്കുവാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിതാഭസ്മം ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കുടം ഉണ്ടല്ലോ, ചെറിയൊരു കുടം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് പീറ്ററിനോട് സച്ചിൻ പറയുവാണ്, ഈ പരിപാടി കഴിയുമ്പോഴത്തേനും ആ കുടം എനിക്കൊന്ന് കിട്ടുമോ, അതിലെന്താ മീൻകറി ഇട്ട് വെക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പീറ്ററിനോട് പറയും. താൻ ഒരു മനുഷ്യനാണോ എന്ന് സച്ചിനോട് ചോദിക്കുന്നുണ്ട്. കാരണം അത്രയും വികാരമില്ല സച്ചിൻ അച്ഛനോട്, ഒരു സ്നേഹമോ ഒന്നുമില്ല. കാരണം അച്ഛൻ്റെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. സച്ചിനോട് ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത്, എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഒഴുക്കാനായിട്ട് പോകുമ്പോഴത്തേനും കാർത്തിക് സച്ചിനെ വിളിക്കുന്നുണ്ട് അടുത്തേക്ക്. കറക്റ്റ് ഒഴുക്കാൻ പോകുന്ന സമയത്ത് അമുത വരുവാണ്. അമുത വന്നിട്ട് കുറച്ച് ദൂരെയായിട്ട് മാറി നിൽക്കുവാണ്. അപ്പോൾ ഇളങ്കോ കാണുന്നുണ്ട്. ഇളങ്കോ ഓടിച്ചിട്ട് നീ എന്താ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേനും അമുത പറയുന്നുണ്ട്, എനിക്കെന്തോ മനസ്സിനൊരു വിഷമം, അച്ഛനെ അവസാനമായിട്ട് കാണണമെന്ന് തോന്നി അങ്ങനെ വന്നതാണെന്ന്. അപ്പോൾ ഇളങ്കോ പറയും, അങ്ങനെ സ്ത്രീകൾ വന്നുകൂടാ, എൻ്റെ ഒരു കൂട്ടുകാരി അങ്ങനെ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ അമുത പറയുന്നുണ്ട്. അവസാനം സച്ചിനും കാർത്തിയും കൂടി ഒഴുക്കുന്നത് അമുത കാണുവാണ്. അതിൻ്റെ ദേഷ്യത്തിൽ അമുത നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിൻ പീറ്ററിനെ കാണാനായിട്ട് പീറ്ററിൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ സമയം സോഫി അതിനെ കൂടി വരുന്നുണ്ട്. സോഫി ചോദിക്കുന്നുണ്ട്, ഇവിടെ വല്ല ഇൻകം ടാക്സ് റെയ്ഡും ആണോ? അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അല്ല പീറ്ററിനെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുകൂടി മുന്നോട്ട് വർത്തമാനം പറഞ്ഞ് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ സോഫിയുടെ അച്ഛനെ കണ്ടായിരുന്നു. അപ്പോൾ സോഫി പറയുന്നുണ്ട്, അച്ഛൻ ഇനി കാണുമ്പോൾ പൈസയൊക്കെ ചോദിക്കും, കൊടുത്ത് കളയരുത്, അത് മദ്യപിക്കാനാണെന്ന് പറയും. അപ്പോൾ സച്ചിൻ പറയും, ഇന്നലെ എൻ്റെ ചോദിച്ചായിരുന്നു, ഞാൻ കൊടുത്തേന്നും ഇല്ലയെന്ന് പറയും. അങ്ങനെ സോഫി അവളുടെ വിഷമമൊക്കെ സച്ചിനോട് പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ മദ്യപിച്ചിട്ടൊന്നും നോക്കാത്തതും സോഫിയാണല്ലോ കുടുംബം നോക്കുന്നതെന്നുള്ളതൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട് സച്ചിനോട്. എന്നിട്ട് സോഫിയുടെ വീടെത്തുമ്പോൾ സോഫി ബയ്യും പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വീട്ടിലെ കാര്യമാണ്. അമുത പിണങ്ങിപ്പോയിട്ട് എന്തായെന്ന് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇളങ്കോയോട് ചോദിക്കുന്നുണ്ട് അമുത, അയാൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇളങ്കോ പറയുന്നുണ്ട്, അതിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനല്ലേ, അച്ഛൻ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ടേ പറഞ്ഞിട്ടില്ല, അതാരാണെന്ന് വീണ്ടും അമുത ചോദിക്കുന്നുണ്ട്. അമുതയ്ക്ക് നല്ല സംശയമല്ലോ എല്ലാം കൂടി കണ്ടപ്പോഴത്തേനും. അവസാനം ഇളങ്കോ വേറെ വഴിയൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, അച്ഛൻ്റെ മകനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇളങ്കോ പോയിട്ട് നേരെ കാർത്തികിനോട് പറയുന്നുണ്ട്, എടാ ഞാനിങ്ങനെ അവളോട് പറയേണ്ടി വന്നു, അമുതയോട് പറയേണ്ടി വന്നു, അമുത ഇങ്ങനെ കുറേ ചോദിച്ചപ്പോഴത്തേനും പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ കാർത്തിക് പറയും, എന്തായാലും അവർ അറിയാനുള്ളതല്ലേ, ഞാനും പോയിട്ട് പറഞ്ഞോളാം, അമ്മയോടും ചേച്ചിയോടും പറയാമെന്നുള്ള രീതിയിൽ കാർത്തിക്കും പോവാണ്. അങ്ങനെ കാർത്തിക് പറയാൻ പോകുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാർത്തിക് അമ്മയോടും അമുതയോടും പറയുമ്പോഴുള്ള അവരുടെ പ്രതികരണം എന്തായിരിക്കും, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് സച്ചിനോട് അവർ പെരുമാറാൻ പോകുന്നത്, എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം വളരെ നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. താങ്ക്